എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 61 ഇന്ന് ആരംഭിക്കുന്നു. ഈ 61-ാമത്തെ അധ്യായത്തില് ഭഗവാന്റെ വംശ പരമ്പരയെ പറ്റിയിട്ട് പറയാണ്. പൗത്രന്മാരെ പറ്റിയിട്ട്. ഭഗവാന് 16,108 ഭാര്യമാരുണ്ട്. ഇവരിൽ ഓരോരുത്തരിലും 10 പുത്രന്മാരും ഓരോ പുത്രിയും വീതം ഉണ്ടായി. രുക്മിണി ദേവിയുടെ ആദ്യത്തെ പുത്രൻ പ്രദ്യുമ്നനാണ്. പ്രദ്യുമ്നൻ കാമദേവന്റെ അവതാരമാണ്. അത് നേരത്തെ പറഞ്ഞല്ലോ. കാമദേവന്റെ പത്നി തന്നെയാണ് പ്രദ്യുമ്നന്റെ ആദ്യ ഭാര്യ. രണ്ടാമത് രുക്മിയുടെ മകളായ രുക്മവതിയെ കല്യാണം കഴിച്ചു പ്രദ്യുമ്നൻ. സ്വയംവര മണ്ഡപത്തിൽ വെച്ച് സാക്ഷാൽ കാമദേവനായ പ്രദ്യുമ്നനെ കണ്ടിട്ട് രുക്മവതി മോഹിച്ച് അദ്ദേഹത്തിന്റെ കഴുത്തില് വരണമാല ചാർത്തുണ്ടായത്. ഇതില് രാജാക്കന്മാരൊക്കെ എതിർത്തു. എങ്കിലും പ്രദ്യുമ്നൻ യുദ്ധത്തിലെ എല്ലാവരെയും തോൽപ്പിച്ച് കന്യകയെ കൊണ്ടുവന്ന് വിവാഹം കഴിച്ചു. രുക്മിണിയുടെ മകളായ ചാരുമതിയെ കൃതവർമാവിന്റെ പുത്രനായ ബലി വിവാഹം കഴിച്ചു. പ്രദ്യുമ്നന് രുക്മവതിയിലുണ്ടായ പുത്രനാണ് മഹാബലവാനായ അനിരുദ്ധൻ. രുക്മിണിയുടെ പൗത്രിയായ രോചനയെ അനിരുദ്ധൻ ഭോജകടത്തിൽ വെച്ച് ആഡംബരപൂർവ്വം വിവാഹം കഴിച്ചു. കൃഷ്ണനോട് രുക്മിക്ക് വൈരണ്ടെങ്കിലും സ്വന്തം സഹോദരിയായ രുക്മിണിയോട് വളരെ വാത്സല്യ. അത് കാരണമാണ് രുക്മി തന്റെ മകളെ ശ്രീകൃഷ്ണന്റെ പുത്രന് വിവാഹം ചെയ്തു കൊടുത്തു. പിന്നെ പൗത്രിയെ ശ്രീകൃഷ്ണന്റെ പൗത്രനും വിവാഹം കഴിച്ചു കൊടുത്തു. അനിരുദ്ധന്റെ കല്യാണ ദിവസം വിനോദത്തിനായി ചൂതുകളി നിശ്ചയിച്ചു. ബലരാമനും രുക്മിയും തമ്മില് ചൂതുകളി. കളിയില് ബലരാമൻ ജയിച്ചു. പക്ഷേ ബലരാമൻ തോറ്റതായിട്ട് രുക്മി കളവ് പറഞ്ഞു. പിന്നെ വലിയ സംഖ്യ പണയം വെച്ചു. പിന്നെയും കളവ് പറഞ്ഞ് താനാണ് ജയിച്ചതെന്ന് സ്ഥാപിച്ചു. എല്ലാപ്പോഴും ശരിക്കും ബലരാമനാണ് ജയിക്കാറുള്ളത്. പക്ഷെ രുക്മി അത് സമ്മതിക്കാതെ രുക്മിയാണ് ജയിച്ചതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കളി തുടർന്നു. ബലരാമനാണ് ജയിക്കണത്, രുക്മി കളവ് പറയാവുന്ന അശരീരി പോലും ഉണ്ടായി. പക്ഷെ എന്നിട്ടും രുക്മി കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല, ഈ ബലരാമനോ അതൊരു ഗോപാലൻ, പശുക്കളെ മേക്കല പണി എന്നൊക്കെ ഉറക്ക വിളിച്ചു പറഞ്ഞ് രുക്മി കൂട്ടുകാരോടും കൂടി ബലരാമനെ അങ്ങോട്ട് പരിഹസിച്ചു ഉറക്ക ചിരിച്ചു. ഇതും കൂടി ആയപ്പോ സഹിക്കാൻ പറ്റിയില്ല ബലരാമൻ. ആ ബലഭദ്രസ്വാമി കോപം കൊണ്ട് കണ്ണ് കലങ്ങി ബലരാമൻ ആ മൊസല കൊണ്ട് രുക്മിയെ അടിച്ച് അങ്ങോട്ട് കൊന്നു. കലിംഗരാജാവൊക്കെ ഉണ്ട് അയാളുടെ കൂട്ടത്തില്. ആ കലിംഗരാജാവിന്റെ പല്ലെല്ലാം അടിച്ചു കൊഴിച്ചു. പലർക്കും പരിക്ക് പറ്റി. പക്ഷെ രുക്മിണിക്കും ജ്യേഷ്ഠനും അപ്രിയം തോന്നാതിരിക്കാൻ വേണ്ടി ഭഗവാൻ ഇതൊക്കെ കണ്ടിട്ട് ഒന്നും മിണ്ടിയില്ല, സന്തോഷിച്ചില്ല, വിഷമിച്ചില്ല. രുക്മിണിയുടെ വിഷമൊക്കെ അറിയാന്ന് വെച്ചാൽ ഒന്നും മിണ്ടാതെ ഇരുന്നു. അങ്ങനെ രുക്മിണിയുടെ വധത്തിന് ശേഷം ദമ്പതികളെയും കൂട്ടി ഭഗവാൻ ദ്വാരകയിലേക്ക് മടങ്ങുകയും ചെയ്തു. അഥ ശ്രീമദ്ഭാഗവത ദശമസ്കന്ധ ഏകഷഷ്ടിതമോധ്യായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതേ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുതം. മാരുതേശ ഗംഗണപതയേ നമഃ. സംസരസ്വതേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ.
ശ്രീ ശുക ഉവാച ഏകൈകശസ്താഃ കൃഷ്ണസ്യ പുത്രാൻ ദശ ദശാബലാ അജീജനൻ അനവമാൻ പിതു സർവാത്മസമ്പദാ. ശ്രീകൃഷ്ണന്റെ ആ രുക്മിണി മുതലായ ഭാര്യമാരിൽ ഓരോരുത്തർക്കും 10 പുത്രന്മാർ ഉണ്ടായി. ആ പുത്രന്മാരെല്ലാം സൗന്ദര്യം, ജ്ഞാനം, വീര്യം അങ്ങനെയുള്ള ഗുണസമ്പത്തുകൾ കൊണ്ട് പിതാവായ ശ്രീകൃഷ്ണനെ പോലെ തന്നെ, ഭഗവാനെ പോലെ തന്നെ തുല്യരായിരുന്നു ആ പുത്രന്മാര്. ഗൃഹാദനഭകം വീക്ഷ്യ രാജപുത്രോച്യുതം സ്ഥിതം പ്രേഷ്ഠം ന്യമം സദാ സ്വം സ്വം ന തത്തത്വവിദ സ്ത്രീയ. ഭഗവാന്റെ മായയില് ആ ഭാര്യമാരും മോഹിതകളായി തീർന്നു. എപ്പോഴും ആത്മാനന്ദത്തിൽ നിന്നും തെറ്റാതിരിക്കുന്ന ഭഗവാൻ ഓരോരുത്തരുടെയും ഭവനത്തിൽ നിന്ന് യാതൊരു സ്ഥലത്തേക്കും പോകാതെ അവരോട് ചേർന്ന് രമിച്ചുകൊണ്ടിരുന്നു. അവർക്ക് എല്ലാ ഭാര്യമാർക്കും എപ്പോഴും ശ്രീകൃഷ്ണൻ കൂടെ ഉണ്ടെന്നുള്ളത് അനുഭവമാണ് ഉണ്ടായിരുന്നത്. എത്ര സ്ത്രീകളുണ്ടോ അത്ര സ്വരൂപത്തോടു കൂടിയാണ് ഭഗവാൻ അവരോട് കൂടി ലീലകളാടിയത്. എങ്കിലും സ്വരൂപ സുഖത്തിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഇവരോടുകൂടി ചേർന്നത് കൊണ്ടുള്ള ആ തുച്ഛ വിഷയസുഖം അനുഭവിച്ചിരിക്കുന്നവനല്ല എന്ന ഭഗവത് തത്വത്തെ അറിയാത്ത ആ സ്ത്രീകള് എല്ലാവരും ശ്രീകൃഷ്ണൻ ഭഗവാൻ എൻ്റെ പേരില് എന്നെയാണ് ഏറ്റവും ഇഷ്ടം എന്ന് ഓരോരുത്തരും ഏറ്റവും ഇഷ്ടം എന്നെയാണെന്ന് എല്ലാവരും പ്രത്യേകം വിചാരിച്ചുകൊണ്ടിരുന്നു. എല്ലാവർക്കും തോന്നി എന്നെയാണ് കൂടുതൽ ഇഷ്ടം. അതുപോലെയാണ് ഭഗവാൻ അവരെ രമിപ്പിച്ചുകൊണ്ടിരുന്നത്. ചാർവബ്ജകോശവദനായത ബാഹുനേത്ര സപ്രേമഹാസരസ വീക്ഷിത വൽഗുജൽപൈ സമ്മോഹിത ഭഗവതോ ന മനോ വിജേതും സ്വൈർവിഭ്രമൈ സമശകൻ വനിതാ വിഭൂമ്ന. ഭഗവാൻ സ്ത്രീകളിലല്ല ആത്മാവിൽ തന്നെയാണ് രമിച്ചത് എന്നും സ്ത്രീകള് ഭഗവൻ മായയാൽ മോഹിതകളായി എന്നും പറഞ്ഞ് 2 ശ്ലോകങ്ങൾ കൊണ്ട് അത് സ്പഷ്ടമായിട്ട് വിസ്തരിച്ചു പറയുകയാണ്. ഭഗവാന്റെ വിരിഞ്ഞ താമരപ്പൂ പോലെ അതിമനോഹരമായിരിക്കുന്ന മുഖത്തിൽ നിന്നും പുറപ്പെടുന്ന ആ മന്ദഹാസം, സരസവീക്ഷണം, മധുരവചനം, ഇതുകൊണ്ടൊക്കെ മധുരവചനം എന്നിവയാലും അത് ആ നീണ്ടുരുണ്ട ആ സുന്ദരമായ ആ കൈകള്, മുട്ടുവരെ നീണ്ടു കിടക്കുന്ന ഭഗവാന്റെ ആ ബാഹുക്കള്, അങ്ങനെയുള്ള ആ കൈകൾ കൊണ്ടുള്ള ആലിംഗനങ്ങളാലും മറന്നിരിക്കുന്ന ആ സ്ത്രീകൾക്ക് അവരുടെ ശൃംഗാര ചേഷ്ടകൾ കൊണ്ട് ഭഗവാന്റെ മനസ്സിനെ സ്വാധീനപ്പെടുത്താൻ കഴിഞ്ഞില്ല. എങ്ങും നിറഞ്ഞിരിക്കുന്ന പരിപൂർണ സ്വരൂപനെ വശീകരിക്കാൻ അവർക്ക് സാധിക്കാത്തതിൽ എന്താ ആശ്ചര്യം അല്ലെ? ഭഗവാനല്ലേ. സ്മായാവലോക ലവദർശിത ഭാവകാരി ഭ്രൂമണ്ഡല പ്രഹിത സൗരത മന്ത്രശൗണ്ടൈ പത്ന്യസ്തു ഷോഡശ സഹസ്രമനംഗപാണി യസ്യേന്ദ്രിയം വിമതിതും കരണേർന്നശേകു. ശ്രീകൃഷ്ണനുള്ള ആ അനുരാഗ വിശേഷത്തെ അറിയിക്കുന്ന മൂഢമായ ചിരിയോടുകൂടിയ നോട്ടം കൊണ്ട് ആ സ്ത്രീകള് അവരവരുടെ ആന്തരവിചാരത്തെ സ്പഷ്ടമായി അറിയിച്ചുകൊണ്ടിരുന്നു ഭഗവാന്. അങ്ങനെ മനോഹരമായി ചലിപ്പിക്കുന്ന പുരികക്കൊടികളാവുന്ന വില്ലുകളിൽ വെച്ച് വലിച്ചുവിടുന്നവയും സുരത കേളിക്കായി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതുമായ ആ കാമബാണങ്ങളെയും കാമശാസ്ത്ര പ്രസിദ്ധങ്ങളായിരിക്കുന്ന മറ്റനേകം വ്യാപാരങ്ങളെയും പ്രകാശിപ്പിച്ച് ആ കളിക്കുന്ന, അങ്ങനെയായിരുന്നു എല്ലാവരും ഭഗവാനോട് പെരുമാറിയിരുന്നത്. അങ്ങനെ ഉള്ള ആ 16,000 ഭാര്യമാർക്കും ഭഗവാന്റെ മനസ്സിനെ ഇക്കിളിപ്പെടുത്താൻ സാധിച്ചില്ല. ഇത്തം രമാപതിമവാപ്യ പതിം സ്ത്രീയസ്താ ബ്രഹ്മാദയോപി ന വിദുഃ പദവീം യദീയാം ഭേജുർമുദാ വിരതമേദിതയാനുരാഗഹാസാവലോക നവസംഗമ ലാലസാദ്യം. എങ്ങനെയുള്ള അത്രയും മഹാത്മ്യമേറിയ ഭഗവാനെ, ആ മഹാവിഷ്ണുവിനെ ഭർത്തൃത്വേന ലഭിച്ച ഭാഗ്യവതികളായ ആ 16,008 സ്ത്രീകൾ ഏതൊരു പരമാനന്ദത്തെ അനുഭവിച്ചുവോ ആ നിരതിശയ ആനന്ദ പദവിയെ ബ്രഹ്മാദികൾക്കും കൂടി അറിയാൻ സാധിച്ചിട്ടില്ല. നിരന്തരം വർദ്ധിച്ചു വരുന്ന ഹൃദയാനന്ദത്തെ പ്രകാശിപ്പിക്കുന്ന അനുരാഗത്തോടു കൂടിയ പുഞ്ചിരി, കടക്കണ്ണുകൊണ്ടുള്ള നോട്ടം, എത്ര തന്നെ പഴകിയാലും പുതിയത്, നവം നവം എന്ന് തോന്നിക്കൊണ്ടിരിക്കുന്ന ആ ഭഗവത് സംയോഗത്തില്
അത്യുത്സാഹം എന്നീ ഭാവങ്ങളെ പ്രകാശിപ്പിക്കുന്ന ആ വിലാസ ചേഷ്ടകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഭഗവാൻ അവരോട്, ആ സ്ത്രീകളോട്. എങ്കിലും ഇവരിൽ ഒരുത്തിക്കെങ്കിലും ഭഗവാന്റെ മനസ്സിനെ ഇളക്കി തീർക്കാൻ സാധിച്ചില്ല. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.